അപ്പൊ ഇത്രയും വർഷക്കാലം ഇല്ലാത്ത അസൗകര്യവും ബുദ്ധിമുട്ടും എന്താണ് MLA ഇവിടെ തുടരുന്നതുകൊണ്ട് മാഡത്തിനുണ്ടാകുന്നത്? എന്റെ സഹോദര തുല്യനായിട്ടുള്ള ഒരു ആളാണ് ഇപ്പോഴത്തെ വട്ടിയൂർക്കാവ് MLA പ്രശാന്ത്. അപ്പോൾ ആ ഒരു ഓഫീസ് പ്രശാന്ത് ഒന്ന് മാറിത്തരാൻ പറ്റുമോ, അതൊന്ന് പരിഗണിക്കണേ, അതെന്റെ ഒരു റിക്വസ്റ്റ് ആണ് എന്ന് പറഞ്ഞു. വിവാദം. നമസ്കാരം കൂട്ടുകാരെ, അൻവർ ഷാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും, വട്ടിയൂർക്കാവ് MLAയും നമ്മുടെ ശ്രീലേഖ IPS തമ്മിൽ ഇപ്പം കടുത്ത പോര് നടന്നുകൊണ്ടിരിക്കുകയാണ്. MLA ഓഫീസ് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് ശ്രീലേഖ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അത് സാധ്യമല്ലെന്ന് വട്ടിയൂർക്കാവ് MLAയും പറഞ്ഞിരിക്കുകയാണ്. അതിപ്പോൾ നമ്മുടെ വാർത്താ ചാനലുകളിലെല്ലാം ബ്രേക്കിംഗ് ന്യൂസായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് സംഭവം എന്തായാലും വിവാദമായിരിക്കുകയാണ്. അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് ഞാൻ കരുതി. അപ്പോൾ ആ വീഡിയോയിലേക്ക് നമുക്കൊന്ന് പോയിട്ട് ഓടി വരാം. ഓക്കെ. ഓഫീസിനെ ചൊല്ലി വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തും ശാസ്തമംഗലം കൌൺസിലർ R ശ്രീലേഖയും തമ്മിൽ പരസ്യപ്പോര്. കൌൺസിലർ ഓഫീസിന് സൗകര്യമില്ലെന്നും ഒഴിയണമെന്നും R ശ്രീലേഖ പ്രശാന്തിനോട് ആവശ്യപ്പെട്ടു. ശ്രീലേഖയ്ക്ക് മേയർ പദവി കിട്ടാത്തതിന്റെ നിരാശയെന്നും രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും VK പ്രശാന്ത് പ്രതികരിച്ചു. രേഖകൾ പരിശോധിച്ച ശേഷം പ്രതികരിക്കാമെന്ന് മേയർ VV രാജേഷ് പറഞ്ഞു. വാടക രസീതുകൾ MLA ഓഫീസ് പുറത്തുവിട്ടു. LDFന്റെ കൗൺസിലറായിരുന്ന ശ്രീമതി ബിന്ദു കൗൺസിലറായിരുന്നു. അത് കഴിഞ്ഞ് BJPയുടെ കൗൺസിലറായിരുന്ന ശ്രീ മധുസൂദനൻ നായർ കൗൺസിലറായിരുന്നു. അപ്പൊ ഇത്രയും വർഷക്കാലം ഇല്ലാത്ത അസൗകര്യവും ബുദ്ധിമുട്ടും എന്താണ് MLA ഇവിടെ തുടരുന്നതുകൊണ്ട് മാഡത്തിനുണ്ടാകുന്നത്? എന്റെ സഹോദര തുല്യനായിട്ടുള്ള ഒരു ആളാണ് ഇപ്പോഴത്തെ വട്ടിയൂർക്കാവ് MLA പ്രശാന്ത്. അപ്പോൾ ആ ഒരു ഓഫീസ് പ്രശാന്ത് ഒന്ന് മാറിത്തരാൻ പറ്റുമോ, അതൊന്ന് പരിഗണിക്കണേ, അതെന്റെ ഒരു റിക്വസ്റ്റ് ആണ്. ശ്രീലേഖ പറയുന്നത് ഞാൻ റിക്വസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. എന്നാൽ MLA പറയുന്നത് വിളിച്ച് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. റിക്വസ്റ്റ് ചെയ്തതല്ല, മാറിത്തരണം, ഒഴിഞ്ഞു തരണം എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് കുറച്ച് പ്രമുഖരായ വ്യക്തികളുടെ പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് കേൾക്കാം. BJP ജയിച്ചപ്പോഴേക്കും അവരുടെ അസഹിഷ്ണുത, ജനാധിപത്യ വിരുദ്ധത പ്രകടിപ്പിച്ചു തുടങ്ങി. 5 വർഷം തലസ്ഥാനം ഇത് സഹിക്കേണ്ടി വരുമെന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് അതിലുള്ളത്. ഇത്രയേറെ അഹങ്കാരം ആർക്കും പാടില്ല. അവർ ജനപ്രതിനിധിയാണെന്നുള്ള കാര്യം പോലും വിസ്മരിച്ചു. മേയറാണ് അതിന് മറുപടി പറയേണ്ടത്. സ്ഥലത്തിന്റെ ബുദ്ധിമുട്ടുകൊണ്ട് സംസാരിച്ചു എന്നാണ് എന്നോട് പറഞ്ഞത്. MLA പറഞ്ഞ കാര്യങ്ങളും ഞാൻ പരിശോധിക്കട്ടെ, എൻ്റെ അങ്ങനെ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണട്ടെ. അപ്പോൾ BJPയുടെ ഭാഗത്ത് നിന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലക്കുറവ് കൊണ്ട് അവർ ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്നാൽ CPM പറയുന്നത് അതല്ല, അവർ തിരുവനന്തപുരം പിടിച്ചതിൻ്റെ അഹങ്കാരത്തിലാണ് അവരിത് ആജ്ഞാപിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് റിപ്പോർട്ടർ ചാനലിൽ വന്നൊരു ന്യൂസ് കൂടെ ഉണ്ട്, അതുകൂടെ ഒന്ന് കാണാം. വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിനോട് ഓഫീസ് ഒഴിയണമെന്ന R ശ്രീലേഖയുടെ അന്ത്യശാസനം. ശാസ്തമംഗലത്തെ MLA ഓഫീസ് ഒഴിയണമെന്നാണ് നിർദ്ദേശം. കോർപ്പറേഷൻ കെട്ടിടത്തിലാണ് MLA ഓഫീസ് പ്രവർത്തിക്കുന്നത്. MLA ഓഫീസ് തനിക്ക് വേണമെന്നാണ് ശ്രീലേഖയുടെ ആവശ്യം. വാടക കരാർ അവസാനിക്കാതെ മാറില്ലെന്ന് VK പ്രശാന്ത്. അശ്വിൻ ഡിയോഗയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അശ്വിൻ, എന്താണ് ഇപ്പോൾ ശ്രീലേഖ ഇത്തരത്തിലൊരു അന്ത്യശാസനം നൽകാൻ കാരണം? എന്താണ് ശ്രീലേഖ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ? ആര്യ, തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചടക്കിയതിനു ശേഷം CPMന് ആദ്യ പണി കൊടുത്തിരിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. മുൻ മേയർ കൂടിയായിട്ടുള്ള MLA VK പ്രശാന്തിനോട് MLA ഓഫീസ് ഒഴിയണം എന്നുള്ളതാണ് കൌൺസിലറായ R ശ്രീലേഖ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇത് രാവിലെയോടുകൂടി ഫോൺ വിളിച്ചാണ് ശ്രീലേഖ ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ ഓഫീസിലെ കെട്ടിടം ഒഴിഞ്ഞു നൽകണം എന്നുള്ളതാണ് ഇപ്പോൾ MLAയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തനിക്ക് ആ കെട്ടിടം വേണം, കാരണം തനിക്ക് സൗകര്യപ്രദമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അവിടെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ MLA എത്രയും വേഗം അവിടെ നിന്ന് മാറി നൽകണം എന്നൊരു ആവശ്യമാണ് R ശ്രീലേഖ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ തനിക്ക് 3 വർഷം, അതായത് 3 മാസത്തേക്ക് കൂടി കരാർ ബാക്കിയുണ്ട്. വാടക കരാർ പ്രകാരം അല്ലെങ്കിൽ തന്റെ ടേം അനുസരിച്ച് ഇനി 3 മാസം കൂടി ബാക്കിയുണ്ട്. 3 മാസം കഴിയാതെ മാറില്ല എന്ന് താൻ മറുപടി നൽകിയതായി VK പ്രശാന്ത് MLA നമ്മളോട് സംസാരിച്ചപ്പോൾ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന് മറുചോദ്യമായി R ശ്രീലേഖ ചോദിച്ചിരിക്കുന്നത് അടുത്ത വർഷം വീണ്ടും ഈ 3 മാസം കഴിഞ്ഞു വരുന്ന തെരഞ്ഞെടുപ്പിൽ VK പ്രശാന്ത് വീണ്ടും MLA ആയാൽ എന്ത് ചെയ്യും എന്നൊരു ചോദ്യമാണ് തിരിച്ച് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം മേയർ സ്ഥാനാർത്ഥിത്വത്തിൽ സജീവ പേരായിരുന്നു R ശ്രീലേഖ എന്നുള്ളത്. പക്ഷേ നിലവിലിപ്പോൾ മേയർ സ്ഥാനത്തിന് പകരം വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിത്വം നൽകാം എന്നൊരു ധാരണയിലേക്കാണ് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ നേരിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിന് മുൻപേ ഉള്ള ഒരു പോരാട്ടമായി ഇതിനെ നമുക്ക് കാണേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, നേരത്തെ ഈ കൌൺസിൽ യോഗത്തിലാണ് ഇത്തരത്തിൽ MLAക്ക് ആ ഓഫീസ് നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ BJPക്ക് സ്വാധീനം കൂടുതലുള്ള കൌൺസിൽ യോഗത്തിൽ MLA ഓഫീസ് ഒഴിയണമെന്ന് കൌൺസിൽ ആവശ്യപ്പെട്ടാൽ
MLA-ക്ക് ഓഫീസ് ഒഴിയേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ BJP പിടിച്ചതിന് പിന്നാലെ ആദ്യപണിയായി മുൻ മേയർക്ക് തന്നെ ഓഫീസ് ഒഴിയണമെന്ന് ഇപ്പോൾ ഒരു കൗൺസിലർ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഒഴിയില്ല എന്ന് MLA-യും നിലപാടെടുത്തിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവാദങ്ങളിലേക്കും വിഷയങ്ങളിലേക്കും കാര്യങ്ങൾ എത്തും എന്നുള്ളത് ഉറപ്പാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ ഇത്തരത്തിൽ BJP CPM നേതാക്കളെ ഏതൊക്കെ രീതിയിൽ അവരോട് ഇത് സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയുമോ, അങ്ങനെ ഒരു നേരിട്ടുള്ള പോരാട്ടത്തിലേക്ക് കൂടിയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതും. ആര്യ, അശ്വിൻ, അതായത് ഇത്തരത്തിൽ ഒരു MLA-യുടെ MLA ഓഫീസ് ഒഴിയണമെന്ന് ആവശ്യപ്പെടാനുള്ള സാങ്കേതികത്വം അത് ഈ കൗൺസിലർക്ക് അധികാരപരമായി ഉണ്ട് എന്നാണോ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്? അതായത് VK പ്രശാന്തിന് ഈ ഒരു ഓഫീസ് നൽകിയിട്ടുള്ളത് കഴിഞ്ഞ കൗൺസിൽ യോഗത്തിലാണ്. കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ നമുക്കറിയാവുന്നതാണ്. ഈ യോഗത്തിൽ അന്ന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു CPM-നാണ്. അതുകൊണ്ട് തന്നെ CPM-ന് നിലവിൽ VK പ്രശാന്തിന് MLA കെട്ടിടം അത് വാടകയ്ക്ക് കൊടുക്കാനുള്ള അധികാരമുണ്ട്. ഏതാണ്ട് 8,000 രൂപയാണ് ഈ കോർപ്പറേഷനിലെ ഈ ഒരു കെട്ടിടത്തിന് വാടകയായി നൽകേണ്ടത് പ്രതിമാസം. അത് കൃത്യമായി തന്നെ കൊടുക്കുന്നുമുണ്ട്. ഈ ടേം അവസാനിക്കാൻ ഇനി 3 മാസം കൂടിയുണ്ട്. VK പ്രശാന്ത് MLA എന്നുള്ള നിലയിൽ 3 മാസം കൂടി ടേം അവസാനിക്കാനുമുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ആർ ശ്രീലേഖയുടെ ഓഫീസ് അതിനടുത്ത് തന്നെയാണ്. തനിക്ക് പ്രവർത്തിക്കാൻ കൂടുതൽ സൗകര്യം MLA-യുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന ഈ സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ ഇത് മാറിത്തരണം എന്നൊരു ആവശ്യമാണ് ഇപ്പോൾ ശ്രീലേഖ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന് കാരണമായി പറയുന്നതും സാങ്കേതികമായി ഈ ഒരു വിഷയത്തിൽ MLA-യോട് ആവശ്യപ്പെടാൻ കഴിയില്ല എങ്കിൽ പോലും നിലവിലിപ്പോൾ BJP-യുടെ അധികാരത്തിൽ BJP-യുടെ അംഗബലം കൂടുതലുള്ള കൗൺസിൽ യോഗത്തിൽ MLA ഒഴിയണം എന്നൊരു തീരുമാനം ആവശ്യപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ MLA-ക്ക് സ്വാഭാവികമായും ആ കെട്ടിടം മാറിക്കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. പകരം മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് MLA ഓഫീസ് മാറ്റേണ്ടി വരും എന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തും. പക്ഷേ അപ്പൊ പ്രിയമുള്ളവരെ, കയ്യൂ കൊള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്ന അവസ്ഥയാണ്. തിരുവനന്തപുരം ഇപ്പം ഭരിക്കുന്നത് BJP-ആണ്. അതുകൊണ്ട് അവർ പറഞ്ഞാൽ, ഏകപക്ഷീയമായി പറഞ്ഞാൽ MLA ഓഫീസ് ഒഴിഞ്ഞു കൊടുത്തേ പറ്റൂ എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. BJP വിജയിച്ചതിൻ്റെ അഹങ്കാരമാണെന്ന് CPM-ഉം അതല്ല സ്ഥലമില്ലാത്തത് കൊണ്ടാണെന്ന് BJP-യും പറയുന്നു. വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വാർത്തകളും ചർച്ചകളും നടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അന്നേരം അറിയാം. അങ്ങനെയാണ് ഈ വാർത്ത എന്ന് കണ്ടപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇട്ട വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും മാക്സിമം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനുവേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോയുമായി വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്